വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ റെയിൽവേക്കെതിരെ പ്രതിഷേധം. നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ രംഗത്തെത്തി. വിവാദങ്ങൾക്ക് പിന്നാലെ ദക്ഷിണ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമായ ഗണഗീതം വീഡിയോ BJP നേതാക്കൾ പിന്തുണയുമായി വന്നതോടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ RSS ഗണഗീതം ആലപിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോയാണ് ദക്ഷിണ റെയിൽവേ ദേശഭക്തി ഗാനം എന്ന നിലയിൽ എക്സിൽ പങ്കുവച്ചത്. എന്നാൽ റെയിൽവേയുടെ നടപടിക്കെതിരെ വ്യാപക വിമർശനമുയർന്നതോടെ വീഡിയോ എക്സിൽ നിന്നും പിൻവലിച്ചു. ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് കുട്ടികൾക്കായി പൊതുവായ ഗാനം വേണമെന്ന് പറഞ്ഞതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഒരു കോമൺ ഗാനം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു മതവും ജാതിയും നിർബന്ധപൂർവ്വം കുട്ടികളെ അവരുടെ സന്ദേശം പഠിപ്പിക്കുമ്പോഴും പാടിപ്പിക്കുന്ന അവസരത്തിലാണ് അതൊരു പെശകായിട്ടുള്ള സംഗതി വരുന്നത്. നടപടിക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി. രാജ്യത്തെ പൊതുസംവിധാനത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ദേശീയ ഗാനം ആലപിച്ച് DYFIയുടെ പ്രതിഷേധം. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അവഹേളിക്കുന്നെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സർക്കാർ പരിപാടിയിൽ ദേശഭക്തി ഗാനം പാടരുതെന്ന നിലപാട് ഭൂഷണമല്ലെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ പറഞ്ഞു. അതിനിടെ ദക്ഷിണ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ ഗണഗീതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഉദ്ഘാടന വേളയിൽ സരസ്വതി വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവരുടെ സ്കൂൾ ഗാനം പാടുന്നു എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.